മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയാതെ വയ്യ. ഇന്ന് നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധിയായിരുന്നു. അപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദിലീപാണെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു റിപ്പോർട്ടർ ചാനൽ വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടതെന്ന് വെച്ചാൽ ഈ ദിലീപിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡ്രോൺ വെച്ചിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യാണ്. ഡ്രോൺ വെച്ചിട്ട് കറക്റ്റ് ദിലീപിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള എല്ലാ കാര്യവും അങ്ങ് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കടന്നുകയറ്റവും അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരുമാതിരി ചെറ്റത്തരെന്ന് പറയാതെ വയ്യ. നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ പ്രൈവസിലോട്ട് ഇടിച്ചു കയറുന്നത് എന്തുമാത്രം ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ നമ്മുടെ വീടിനകത്തേക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഗേറ്റ് അടച്ചിടും. അപ്പോൾ ഇവർ എല്ലാവരെയും ഗേറ്റിന് അപ്പുറത്ത് നിർത്തിയേക്കാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുപോയിട്ട് ഡ്രോണും പറത്തി അകത്തോട്ടുള്ള വിഷ്വൽസൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഗേറ്റിന് വെളിയിൽ നിർത്തി ഇയാൾ ഗേറ്റ് തുറന്ന് നമ്മൾ ഇഷ്ടമില്ലാതെ അനുവാദമില്ലാതെ അകത്തോട്ട് കയറി വരുമെന്ന് വെച്ചാൽ അതിക്രമിച്ച് കയറുന്നതിന് തുല്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്തതിനെതിരെ കേസ് കൊടുക്കണം, കടുത്ത നടപടി ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു കേസിൽ ശരിക്കും പറഞ്ഞാൽ ദിലീപിനെതിരെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യ. ഇതൊരുമാതിരി ചെറ്റത്തരമാണ് ചാനൽ ചെയ്തിരിക്കുന്നത്. ഡ്രോൺ വെച്ചിട്ട് വീടിൻ്റെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് ഷൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിപ്പം ചാനലിൽ കണ്ടുകൊണ്ട് തന്നെ ദിലീപ് എന്ത് ചെയ്തു, വലിയൊരു കറുത്ത കുടയും ചൂടിയിട്ട് തൊട്ട് മുമ്പ് വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് പോയി. അങ്ങനെ ഇപ്പം നിങ്ങൾ എൻ്റെ മുഖം ഷൂട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ. എന്നിട്ട് അതും അപ്പോൾ കാറിൻ്റെ മണ്ടയ്ക്ക് ഡ്രോൺ നീക്കിയിട്ട് അത് മാത്രമല്ല കോടതി എത്തുന്നവരെ ഡ്രോണിൽ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അതുപോലെ എനിക്ക് എന്നാലും ഒരു വീടിൻ്റെ അകത്തോട്ടേക്ക് ഷൂട്ട് ചെയ്ത് ഡ്രോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്തൊരു ചെറ്റത്തരമാണെന്ന് ആലോചിച്ച് നോക്കണം. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസിലും ഇതേപോലത്തെ ഒരു ഡ്രോണിൻ്റെ ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രൈവസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വകാര്യതയിലോട്ടുള്ള ഒളിഞ്ഞ ഓട്ടം, ഇടിച്ചു കയറി വരിക, ഇതൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഇതിനെ അംഗീകരിച്ച് കൊടുക്കാനേ പറ്റില്ല. ഇതിനെതിരെ കേസ് കൊടുക്കണം, ഇതിനെതിരെ നടപടി ഉണ്ടാകണം. ഒരു മാധ്യമം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതി അതൊട്ടും ശരിയല്ല. ഇവരുടെയൊക്കെ വീട്ടിലോട്ട് ക്യാമറയും കൊണ്ടാണോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ഭാവനയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു നിലപാടിന് പോലും കുറച്ചൊരു വില കുറയുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പം ഈ ഒരു രീതി ഇങ്ങനെ തുടർന്ന് പോകാനേ പറ്റില്ല. ഇത് ദുസ്സഹമാണ്. അപ്പോൾ ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം ഇപ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് എയർപോർട്ടിലാണെങ്കിലും ഒരു സ്ഥലത്തും ഒരു മരണ വീട്ടിലോ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറകെ നടക്കുന്ന പോട്ടെ. ഇതാണെങ്കിൽ എന്തൊക്കെ അറിയണം ഇവർക്ക്. കയ്യിലെന്തായിട്ടിരിക്കുന്നേ, കാലിലെന്തായിട്ടിരിക്കുന്നേ, ഡ്രൈവർ ആരാണ്, പല കാണാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വിധങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാം ഇതിനൊന്നും ഒരു മറുപടി അർഹിക്കുന്നില്ല. ഇതിന് മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ പലരും ഇങ്ങനെ ചിരിച്ച് മറുപടിയൊക്കെ കൊടുക്കുന്നതാണ്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഇമാതിരി ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി കൊടുക്കുമ്പോൾ. ഇതിൽ ഈ നടി അപർണയൊക്കെ അപർണ കൊടുക്കുന്ന മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പോടാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നല്ല പറയും. അപ്പോൾ ഇതുങ്ങൾ ക്വസ്റ്റ്യൻസിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പുറത്ത് പോലും ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇവരുടെ ഏജൻസ് വീട്ടുപടിക്കൽ വരെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങിയാലും കാണും കൂടെ. അപ്പോൾ ഇതാണ് അവസ്ഥ. പ്രൈവസി എന്ന് പറയുന്ന സാധനമില്ല ആർക്കും.